അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്നത്തെ രാവ് നാം ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ലാത്ത ഒരു രാവാണ് ഇന്നത്തെ രാവ്. കാരണം നമുക്കറിയാം, ഇന്ന് വെള്ളിയാഴ്ച രാവാണ്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട അറഫായുടെ രാവ് കൂടിയാണ് ഇന്നത്തെ രാവ്. നമുക്ക് ദുൽഹിജ്ജ 9 വരുന്നത് നാളെയാണല്ലോ. നമ്മുടെ അറഫ നാളെയായതുകൊണ്ട് തന്നെ നമ്മുടെ അറഫായുടെ രാവ് കൂടിയാണ് ഇന്നത്തെ രാവ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ രാവിന് വളരെയധികം ശ്രേഷ്ഠതയുണ്ട്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന രാവാണ് ഇന്നത്തെ രാവ് എന്ന് 100% നമുക്ക് പറയാൻ പറ്റുന്ന രാവാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ രാത്രിയിൽ നാം നമ്മുടെ ആവശ്യങ്ങൾ എന്താണോ ആ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് നാം അള്ളാഹുവിനോട് ദുആ ചെയ്യണം. നമുക്കൊരുപാട് നീറുന്ന പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് ആഗ്രഹങ്ങൾ നേടിയെടുക്കാനുണ്ട്. സാമ്പത്തികമായി പ്രയാസപ്പെടുന്നവരുണ്ട്, വീടില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട്, മക്കളുടെ കാര്യത്തിൽ പ്രയാസപ്പെടുന്നവരുണ്ട്, ഭർത്താവിൻ്റെ കാര്യത്തിൽ പ്രയാസപ്പെടുന്നവരുണ്ട്, രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. എല്ലാ കാര്യവും പറഞ്ഞുകൊണ്ട് റബ്ബിൻ്റെ മുന്നിൽ കൈനീട്ടാൻ ഏറ്റവും ഉതകുന്ന രാവാണ് ഇന്നത്തെ രാവ്. ഈ രാവ് നാം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ഇന്നത്തെ അറഫായുടെ രാത്രിയിലും പകലിലുമായി കൊണ്ട് 1000 തവണ ഖുൽ ഹുവല്ലാഹു സൂറത്ത് ഓതാൻ വേണ്ടി നാം ശ്രമിക്കണം. അങ്ങനെ ഖുൽ ഹുവല്ലാഹു സൂറത്ത് ഓതിയിട്ട് അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും അള്ളാഹു ആ പ്രാർത്ഥന സ്വീകരിക്കുമെന്ന് മുത്തുനബി നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നുള്ള ദിക്ർ നമുക്കൊക്കെ അറിയാം. ആ ദിക്റിനെ അറഫായുടെ ഇന്നത്തെ രാത്രിയിലും പകലിലുമായി കൊണ്ട് ധാരാളം ചൊല്ലാൻ വേണ്ടി നാം ശ്രമിക്കണം. ചുരുങ്ങിയതൊരു 100 തവണയെങ്കിലും എല്ലാവരും ചൊല്ലണം ഇൻഷാ അള്ളാഹ്. അള്ളാഹു സുബ്ഹാനഹു തആലയോട് നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട രാത്രിയാണ് ഇന്നത്തെ രാവിലെ പ്രാർത്ഥന അള്ളാഹു തആല സ്വീകരിക്കും. വെള്ളിയാഴ്ച രാവിലെ പ്രാർത്ഥന സ്വീകരിക്കുമെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട അറഫായുടെ രാവ് കൂടിയാണ്. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് 100% ഇജാബത്ത് ലഭിക്കും, ഉത്തരം ലഭിക്കും. നാം പരമാവധി ഇന്നത്തെ രാവിനെ ഉപയോഗപ്പെടുത്തുക. നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക, മറക്കരുത്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും തീർത്തു തരുമാറാകട്ടെ. നമ്മുടെ എല്ലാ ഹലാലായ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും അല്ലാഹു തആല സാധിപ്പിച്ചു തരുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും കുടുംബത്തെയും ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തി മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.